ശുരകന്റെ ആഗ്രഹം. കൃഷ്ണദേവരായരുടെ ശുരകൻ മഹാമിടുക്കനാണ്. മുഖം നോവാതെ ക്ഷൗരം ചെയ്യാൻ അയാൾക്ക് പ്രത്യേക കഴിവുണ്ടായിരുന്നു. പതിവ് പോലെ ഒരു ദിവസം രാവിലെ ചക്രവർത്തിയെ ക്ഷൗരം ചെയ്യാൻ ശുരകൻ ചെന്നപ്പോൾ അദ്ദേഹം നല്ല ഉറക്കത്തിലായിരുന്നു. ശുരകന് ചക്രവർത്തിയെ ഉണർത്താൻ ധൈര്യമുണ്ടായില്ല. എന്നാൽ ക്ഷൗരം ചെയ്യാതിരിക്കാനും കഴിഞ്ഞില്ല. പതിവ് തെറ്റിയാൽ ചക്രവർത്തി കോപിച്ചത് തന്നെ. അതുകൊണ്ട് ചക്രവർത്തിയെ ഉണർത്താതെ ക്ഷൗരം ചെയ്യാൻ ശുരകൻ തീരുമാനിച്ചു. ശുരകൻ ക്ഷൗരം കഴിഞ്ഞ് പോയ ശേഷമാണ് ചക്രവർത്തി ഉണർന്നത്. കണ്ണാടിയിൽ നോക്കിയപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടുപോയി. മുഖം ക്ഷൗരം ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. അദ്ദേഹം ഉടനെ ശുരകനെ വരുത്തി, "നീ ഇത്ര മിടുക്കനാണെന്ന് നാം അറിഞ്ഞില്ല. നാം അറിയാതെ എത്ര വിദഗ്ധമായാണ് നീ നമ്മുടെ മുഖം ക്ഷൗരം ചെയ്തിരിക്കുന്നത്. നിനക്ക് എന്താണ് വേണ്ടത്? ചോദിച്ചോളൂ, നാം തരാം." ചക്രവർത്തി സന്തോഷത്തോടെ പറഞ്ഞു. ശുരകന് സന്തോഷമായി. അയാൾ തൊഴുതുകൊണ്ട് പറഞ്ഞു, "അടിയന് വലിയ ആഗ്രഹമൊന്നുമില്ല തമ്പുരാനെ. ഒരു പുരോഹിതനാകണമെന്ന് അടിയന് ആഗ്രഹമുണ്ട്. അതിന് അങ്ങ് കനിയണം." അത് കേട്ട് ചക്രവർത്തി ഒന്ന് അമ്പരന്നു. പക്ഷേ ശുരകന് വാക്ക് കൊടുത്തതാണ്, നടത്തി കൊടുക്കാതിരിക്കാനാവില്ല. കൃഷ്ണദേവരായർ പുരോഹിതന്മാരെ വിളിപ്പിച്ചു. "എത്രയും വേഗം കൊട്ടാരം ശുരകനെ ഒരു പുരോഹിതനാക്കി മാറ്റുക. ഇത് നമ്മുടെ കൽപ്പനയാണ്," ചക്രവർത്തി ആജ്ഞാപിച്ചു. പുരോഹിതർ ഞെട്ടി. "ഒരു ശുരകനെ എങ്ങനെ പുരോഹിതനാക്കും? കുറച്ചു പേർ വിചാരിച്ചാൽ ഒരാളെ പുരോഹിതനാക്കാനാവില്ല. അതിന് ചില ശാസ്ത്രവിധികളുണ്ട്." പക്ഷേ അതൊന്നും കേൾക്കാൻ ചക്രവർത്തി തയ്യാറല്ല. ശുരകനെ പുരോഹിതനാക്കിയില്ലെങ്കിൽ കൊട്ടാരത്തിലെ എല്ലാ പുരോഹിതരെയും ചക്രവർത്തി പുറത്താക്കും. ഈ പ്രശ്നത്തിന് എന്താണൊരു പരിഹാരം? പുരോഹിതന്മാർ പല രീതിയിലും ആലോചിച്ചു. ഒരു വഴിയും കിട്ടിയില്ല. ഒടുവിൽ അവർ തെന്നാലി രാമനെ തന്നെ സമീപിക്കാൻ തീരുമാനിച്ചു. "രാമ, എങ്ങനെയെങ്കിലും ഞങ്ങളെ ഈ കുരുക്കിൽ നിന്ന് രക്ഷിക്കണം. എന്ത് വേണമെങ്കിലും തരാം." പുരോഹിതന്മാർ തെന്നാലി രാമന്റെ മുമ്പിൽ തൊഴുതു നിന്നു. തെന്നാലി രാമൻ കുറച്ചു നേരം ആലോചിച്ചിരുന്നു. പിന്നെ ഒരു പുഞ്ചിരിയോടെ പുരോഹിതന്മാരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, "പ്രശ്നം പരിഹരിച്ചു തരാം. പക്ഷേ ആദ്യം 10,000 സ്വർണ്ണ നാണയങ്ങൾ എനിക്ക് തരണം." പുരോഹിതന്മാർ എന്തു കൊടുക്കാനും തയ്യാറായിരുന്നു. അവർ ഉടനെ തന്നെ നാണയങ്ങൾ കിഴിയിലാക്കി തെന്നാലി രാമന്റെ വീട്ടിലെത്തിച്ചു. "ശരി, ഇനി ധൈര്യമായി വീട്ടിൽ പോയിക്കോളൂ. ഞാൻ എല്ലാം ശരിയാക്കി തരാം," തെന്നാലി രാമൻ പുരോഹിതന്മാരെ ആശ്വസിപ്പിച്ച് പറഞ്ഞയച്ചു. പിറ്റേന്ന് രാവിലെ തെന്നാലി രാമൻ ഒരു കറുത്ത നായയുമായി പുറപ്പെട്ടു. ചക്രവർത്തി പതിവായി നടക്കാറുള്ള വഴിയരികിലെ കുളത്തിനരികിൽ നായയുമായി കാത്തുനിന്നു. ചക്രവർത്തി വരുന്നത് കണ്ടതും തെന്നാലി രാമൻ നായയെ വെള്ളത്തിൽ മുക്കി താളിയും ഇഞ്ചയും തേച്ച് ഉരച്ച് കുളിപ്പിക്കാൻ തുടങ്ങി. പേടിച്ചരണ്ട നായ ഉറക്കെ മോങ്ങിക്കൊണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ തെന്നാലി രാമൻ അതൊന്നും കണക്കാക്കാതെ കുളിപ്പിക്കൽ തുടർന്നു. "നിന്നെ ഇന്ന് വെളുപ്പിച്ചിട്ടേ ഞാൻ അടങ്ങൂ." തെന്നാലി രാമൻ നായയെ വീണ്ടും വീണ്ടും വെള്ളത്തിൽ മുക്കുകയും ഇഞ്ച കൊണ്ട് തേച്ചുരയ്ക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. തെന്നാലി രാമന്റെ ഈ ജോലി ചക്രവർത്തി ശ്രദ്ധിച്ചു. അദ്ദേഹത്തിന് അതിൽ കൗതുകം തോന്നി. ചക്രവർത്തി കുതിരപ്പുറത്ത് നിന്നിറങ്ങി തെന്നാലി രാമന്റെ അരികെ ചെന്ന് ചോദിച്ചു, "എന്താണ് രാമ ഈ കാട്ടുന്നത്?" "ഇതിനെ വെളുപ്പിക്കുകയാണ് തമ്പുരാനെ," തെന്നാലി രാമൻ അറിയിച്ചു. ഇത് കേട്ട് ചക്രവർത്തി പൊട്ടിച്ചിരിച്ചു. "കറുത്ത നായയെ കുളിപ്പിച്ച് വെളുപ്പിക്കുകയോ? നിനക്ക് വട്ടുണ്ടോ രാമ?" അദ്ദേഹം ചോദിച്ചു. "ഒരു ശുരകന് പുരോഹിതനാകാമെങ്കിൽ കറുത്ത നായയെ കുളിപ്പിച്ച് വെളുപ്പിക്കാനുമാകും തമ്പുരാനെ," രാമൻ പറഞ്ഞു. അത് കേട്ട് ചക്രവർത്തി സ്തംഭിച്ചു നിന്നുപോയി. അപ്പോഴാണ് അദ്ദേഹത്തിന് തൻ്റെ തെറ്റ് മനസ്സിലായത്. ഉടനെ തന്നെ കൊട്ടാരത്തിൽ ചെന്ന് ചക്രവർത്തി ശുരകനെ വിളിപ്പിച്ചു. "നിനക്ക് തന്ന വാക്ക് പിൻവലിക്കാൻ എന്നെ അനുവദിക്കണം. നിനക്ക് മറ്റ് എന്ത് പാരിതോഷികവും ഞാൻ തരാം. നീ ഒന്നോർക്കണം, ഏതാനും ശുരകന്മാർ വിചാരിച്ചാൽ ഒരു ശുരകനെ ഉണ്ടാക്കാൻ പറ്റില്ല. ദീർഘകാലത്തെ പ്രയത്നവും കഴിവും കൊണ്ടാണ് വിദഗ്ധനായ ഒരു ശുരകൻ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ പുരോഹിതന്റെ കാര്യവും. നിന്നെ മറ്റുള്ളവർ ചേർന്ന് പുരോഹിതനാക്കിയാലും ആരും തന്നെ നിന്നെ പുരോഹിതനായി അംഗീകരിക്കുകയില്ല. ആരും അംഗീകരിക്കാത്ത ഒരു പദവി കിട്ടിയിട്ട് അതുകൊണ്ട് എന്ത് പ്രയോജനം?" ശുരകന് തനിക്ക് പറ്റിയ തെറ്റ് ബോധ്യമായി. അയാൾ ചക്രവർത്തിയുടെ വാക്കുകൾ അനുസരിച്ചു. അദ്ദേഹം നൽകിയ സമ്മാനവും വാങ്ങി സന്തോഷത്തോടെ മടങ്ങി. തൻ്റെ കണ്ണു തുറപ്പിച്ച തെന്നാലി രാമന് വിലപിടിപ്പുള്ള പാരിതോഷികങ്ങൾ നൽകാൻ ചക്രവർത്തി മറന്നില്ല.